യു.പിയിൽ മതപരിവർത്തനം നടത്തി എന്ന ബി.ജെ.പി. നേതാവിന്റെ പരാതിയിൽ 2 മലയാളി മതപ്രചാരകരെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് പ്രത്യേക കോടതി. പത്തനംതിട്ട സ്വദേശികളായ പാപ്പച്ചൻ ഷീജ ദമ്പതികളെയാണ് അവിടെ കോടതി വിചാരണയ്ക്ക് ശേഷം 5 വർഷത്തെ തടവിനും അതുപോലെ തന്നെ പീഡശിക്ഷയും വിധിച്ചത്. ഇവർക്കെതിരായ ആരോപണം അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത് അവിടെ അംബേദ്കർ നഗർ കോളനിയിലെ ഒരു ഗ്രാമത്തിൽ ദളിത് വിഭാഗങ്ങളെ ഇവർ രണ്ടുപേരും ചേർന്ന് നിർബന്ധിച്ച മതപരിവർത്തനം നടത്തിയെന്നും ആ മതപരിവർത്തനത്തിനായി അവിടെ മതപുസ്തകങ്ങളടക്കം ഇവർ സർക്കുലേറ്റ് ചെയ്തു എന്നൊക്കെയാണ് ബി.ജെ.പി. നേതാവ് ആരോപണം ഉന്നയിച്ചിരുന്നത്. ആ പരാതിക്ക് പിന്നാലെയാണ് യു.പി. പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം നൽകുകയും ചെയ്തത്. ആ കേസിലാണ് ഇപ്പോൾ ശിക്ഷാവിധി കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഏറെ നാളായി മധ്യപ്രദേശിൽ താമസമാക്കിയവരാണ് ഷീജ പാപ്പച്ചൻ ദമ്പതികൾ. അപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മതപരിവർത്തന നിയമം വന്നതിന് ശേഷം യു.പിയിൽ ശിക്ഷിക്കപ്പെടുന്ന ആദ്യ പ്രതികളാണ് ഇവർ രണ്ടുപേരും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അജിംസ്, ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാകുന്ന എന്താണ്? ഈ മണിപ്പൂരിലൊക്കെ ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പരാതി, അതിനുശേഷം ഉണ്ടാകുന്ന പോലീസ് അന്വേഷണം, അതിൻ്റെ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ശിക്ഷാവിധിയും? ഇന്ത്യയുടെ ഭരണഘടന രാജ്യത്തെ പൗരന് ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രൊഫസ് ചെയ്യാനും, വിശ്വസിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, പ്രൊഫസ് ചെയ്യുക. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു വിശ്വാസം, മതം, അത് മറ്റൊരാളോട് പറയാം, ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, ഇത് നല്ലതാണ്, നിങ്ങൾ എൻ്റെ ഈ പാത ഫോളോ ചെയ്യണം എന്ന് പറയാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഭരണഘടനയുടെ വെളിച്ചത്തിൽ ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതിലും, ഇപ്പോൾ മധ്യപ്രദേശ് ആകട്ടെ, ഗുജറാത്ത് ആകട്ടെ, യു.പി. ആകട്ടെ, കർണാടക ആവട്ടെ, മതപരിവർത്തന നിരോധന നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഈ നിരോധന നിയമങ്ങളെ പരിശോധിക്കുമ്പോൾ എത്രമാത്രം ഭരണഘടനാപരമാണ് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന ഒരു മതത്തിൻ്റെ അതിൻ്റെ അന്തസ്സത്ത തന്നെ, അതിൻ്റെ ഒരു ജീൻ തന്നെ എന്താണ്? അവർ വിശ്വസിക്കുന്ന പാതയിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അത് ആ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് മിഷണറി പ്രവർത്തനം. ആ മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവർ മതം മാറ്റുക എന്നുള്ളതല്ല. ഇപ്പോൾ യേശുവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നിർധനരെ, പാവപ്പെട്ടവരെ സഹായിക്കുക, രോഗികളെ ശുശ്രൂഷിക്കുക, യേശു ചെയ്ത കാര്യങ്ങൾ അവർ പ്രാക്ടീസ് ചെയ്യുകയാണ്. ആ പ്രാക്ടീസിങ് തന്നെയാണ് ഈ മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത്. അത് കൺവേർഷൻ അല്ല. അപ്പോൾ ഈ മിഷണറി പ്രവർത്തനം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെയായിരിക്കെ അവർക്കത് ചെയ്തേ പറ്റൂ. ഇപ്പോൾ കന്യാസ്ത്രീകളാണെങ്കിലും വൈദികരാണെങ്കിലും അവരുടെ മതവിശ്വാസം അവർ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ പാതയിൽ പാവങ്ങളെ സഹായിക്കുക, രോഗികളെ ശുശ്രൂഷിക്കുക. അതുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിഷൻ ഹോസ്പിറ്റലുകൾ എന്ന് കാണുന്നുണ്ടല്ലോ. ഈ മിഷൻ ഹോസ്പിറ്റലുകളെല്ലാം ക്രൈസ്തവ സന്യാസിമാരോ കന്യാസ്ത്രീകളോ സ്ഥാപിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അവരതെല്ലാം ഈ മിഷൻ ഹോസ്പിറ്റൽ, അതിനാണ് മിഷണറി എന്ന് പറയുന്നത്. അതൊരു മിഷണറി പ്രവർത്തനമാണ്. അതല്ല ആളുകളെ മതം മാറ്റാൻ വേണ്ടിയുള്ളതല്ല, ആളുകൾക്ക് ചികിത്സ നൽകുക, എഡ്യൂക്കേഷൻ നൽകുക, ഇതൊക്കെ ആ വിശ്വാസത്തിൻ്റെ പ്രാക്ടീസിങ്ങിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പല വകുപ്പുകളും, പല സംസ്ഥാനങ്ങളിലെയും പല വകുപ്പുകളും ഇവരുടെ ഈ മിഷണറി പ്രവർത്തനത്തെ തടയുന്നതാണ്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ ജോസ് പാപ്പച്ചനെയും ഭാര്യ ഷീജയെയും 5 വർഷം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഈ കേസ്. എന്താണ് ഇവർക്കെതിരായിട്ടുള്ള കേസ്? ഇവർ മധ്യപ്രദേശിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇവർ യു.പിയിൽ അംബേദ്കർ നഗർ ജില്ലയിലെ ചില ദളിത് കോളനികളിൽ പോയി ദളിതുകളോട് നിങ്ങൾ കള്ളു കുടിക്കരുത്, മദ്യപിച്ച് ബഹളമുണ്ടാക്കരുത്, പരസ്പരം സംഘടനകളിൽ ഏർപ്പെടരുത്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ വേണം, അതുപോലെ ബൈബിൾ വായിക്കണം, പിന്നെ എന്താണ് യേശുവിനോട് പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. ഇവർക്കെതിരെയുള്ള കുറ്റം ഇതാണ്. അതായത് ഇവർക്കെതിരെയുള്ള FIR, ഇവർ ആ ദളിത് കോളനിയിൽ പോകുന്നു, അവരോട് മദ്യപിക്കരുത് എന്ന് പറയുന്നു, മദ്യപിച്ച് വഴക്കുണ്ടാക്കരുതെന്ന് പറയുന്നു, കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറയുന്നു, നല്ല രീതിയിൽ ജീവിക്കണം എന്ന് പറയുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു, യേശുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഇവർക്കെതിരായിട്ടുള്ള കുറ്റം. അപ്പോൾ ഈ കുറ്റം ഇവർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കുന്നതിനാണ് ആ ദളിത് കോളനിയിൽപ്പെട്ട ആരോ ഒരാൾ BJPയുടെ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ച് പറയുന്നു, ഇവിടെ ഇങ്ങനെ കുറച്ച് പേര് വന്ന് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് പരാതി പോലീസിൽ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായ ഇവർക്ക് അലഹബാദ് ഹൈക്കോടതി ജാമ്യം നൽകി. അലഹബാദ് ഹൈക്കോടതി ജാമ്യം നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവിൽ ചില നിർണായക പരാമർശങ്ങളുണ്ട്. ഒന്ന്, ഈ കേസിലെ FIR നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ നിയമപ്രകാരം തന്നെ, ഈ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. ഈ നിയമപ്രകാരം തന്നെ ഈ കേസിലെ അഗ്രീവ്ഡ് പേഴ്സണാണ്
പരാതി കൊടുക്കേണ്ടത്. അഗ്രീഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അല്യൂർമെൻറ്റ്, അതായത് മതപരിവർത്തനം നടത്താൻ വേണ്ടി അവരെ പ്രലോഭിപ്പിക്കുക. ഈ പ്രലോഭനം നടത്തുക എന്നുള്ളതാണ് കുറ്റകൃത്യം ഈ നിയമപ്രകാരം. മതപരിവർത്തനം നടത്താൻ വേണ്ടി പ്രലോഭിപ്പിക്കുക, പണം നൽകിയോ മറ്റെന്തെങ്കിലും വാഗ്ദാനം നൽകിയോ പ്രലോഭിപ്പിക്കുക, പ്രലോഭിപ്പിക്കുക, നിർബന്ധം പോലും അല്ല, ഫോഴ്സ്ഡ് കൺവേർഷൻ പോലും അല്ല, പ്രലോഭിപ്പിക്കുക. ആ പ്രലോഭനത്തിൻ്റെ റേഞ്ച് എത്രത്തോളം എന്ന് വെച്ചപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് കരുതുക, ഞാൻ ദിവ്യയോട് പറയുകയാണ് ദിവ്യ ക്രിസ്ത്യാനിയായാൽ ദിവ്യയ്ക്ക് സ്വർഗം കിട്ടും എന്ന് ഞാൻ പറഞ്ഞു എന്ന് കരുതുക, അതുപോലും കുറ്റകൃത്യമാവും. കാരണം സ്വർഗം കാണിച്ച് പ്രലോഭിപ്പിച്ച് ദിവ്യയെ ഞാൻ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള കേസ് നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെ പ്രലോഭിപ്പിച്ചു എന്നുള്ളതാണ് ഇവർക്കിത് കേസ്. എന്താണ് അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം, ഇത് അഗ്രീഡ് പേഴ്സൺ, ഇത് ബാധിക്കുന്ന ആൾ പരാതി കൊടുക്കണം. ആ ബാധിക്കുന്ന ആളാരായിരിക്കണം? ഒന്നുകിൽ ഞാൻ പ്രലോഭിപ്പിക്കപ്പെട്ട ആളായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ രക്തബന്ധുക്കളാവണം, മകനോ ഭർത്താവോ ഉള്ളവരോ അല്ലെങ്കിൽ ബന്ധുക്കളോ, അങ്ങനെ എന്തെങ്കിലും ബന്ധുക്കളായിരിക്കണം ഈ പരാതി കൊടുക്കേണ്ടത്. അപ്പോൾ ദിവ്യയെ ഒരാൾ പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് ദിവ്യയുടെ കുടുംബാംഗങ്ങൾക്ക് ആരെങ്കിലും നിന്ന് കുടുംബാംഗങ്ങൾക്ക് പോയി പരാതി കൊടുക്കാം. അങ്ങനെ ഒരു പരാതിയാണിത് ഇതിൽ സ്വീകരിക്കുന്നത്. പക്ഷേ ഇവിടെ പരാതി കൊടുക്കുന്നവരാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ ഇവർക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ ജഡ്ജി പറയുന്നുണ്ട് ഇത് ഈ FIR നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്. FIR ചാർജ് ചെയ്തിട്ടുള്ളത് അഗ്രീഡ് പേഴ്സൺ ആയിട്ടുള്ള ഒരാളുടെ പരാതിയിലല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2, ഈ നിയമപ്രകാരം തന്നെയുള്ള പ്രലോഭനം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ പരിധിയിൽ ഒരാൾ നിങ്ങളോട് കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അത് പ്രലോഭനമാവുമോ? നിങ്ങൾ മദ്യപിച്ച് വഴക്കുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ പ്രലോഭനമാവുമോ? ഇല്ല. നിങ്ങൾ ബൈബിൾ വായിക്കണം, അത് പ്രലോഭനമാണോ? നിങ്ങൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ശ്രദ്ധിക്കണം, ഇത് പ്രലോഭനമാണോ? ഇല്ല, അങ്ങനെ ആവുന്നില്ല. അപ്പോൾ ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് ചൂണ്ടിക്കാട്ടിട്ട് തന്നെയാണ് ഇവർക്ക് ജാമ്യം കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതേ കേസിൽ തന്നെയാണ് ജാമ്യം ലഭിച്ചതിന് ശേഷമാണ് കീഴ്ക്കോടതി, വിചാരണ കോടതി ഇവർക്ക് 5 കൊല്ലം ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അപ്പോൾ നിയമം ഭരണഘടനാവിരുദ്ധമായ വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന നിയമം, ആ നിയമത്തിൻ്റെ പലതും വളരെ ബ്രോഡാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടെ, പ്രലോഭനം എന്ന വാക്ക് വളരെ ബ്രോഡായിട്ടാണ് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന ഒരു വാക്കാണ്. 2, അഗ്രീഡ് പേഴ്സൺ, ആർക്കും, ഒരു കുടുംബത്തിലെ ആർക്കും പരാതി കൊടുക്കാവുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഏതൊക്കെയോ തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക, ആ നിയമങ്ങളുടെ വാക്കുകൾ, ആ നിയമങ്ങളുടെ വകുപ്പുകളെല്ലാം കൃത്യമായും വ്യക്തമാവുന്ന എന്താണ്, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചുള്ളത് തന്നെയാണെന്ന് വ്യക്തമാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മതപരിവർത്തന നിയമം കൃത്യമായും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ച് അവർ ഉദ്ദേശിച്ചിറക്കിയിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഇരകളായി മാറുന്നു അവർ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ നിയമങ്ങളുടെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ക്രൈസ്തവ സമൂഹം ചെയ്യേണ്ടത്. അതർവൈസ് ക്രിസ്ത്യാനിറ്റി എന്നൊരു മതത്തിൻ്റെ അവരുടെ അടിസ്ഥാന സത്യമായ മിഷണറി പ്രവർത്തനം അവർക്ക് സാധ്യമാവാതെ വരും. ഈ മിഷണറി പ്രവർത്തനം സാധ്യമാവാതെ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിക്കുന്നവരാണ് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക ജനവിഭാഗങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്നൊരു വൈദികൻ ജയിലിൽ കിടന്ന് മരിച്ചു. അദ്ദേഹത്തിൻ്റെ വൈദിക വൃത്തി, അദ്ദേഹം ആരാധനാലയത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ മാത്രമല്ല, അദ്ദേഹം മധ്യപ്രദേശിലെ ഗ്രാമാന്തരങ്ങളിൽ പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മിഷണറി പ്രവർത്തനം അതാണ്. അവിടുത്തെ ദരിദ്രർക്കും ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി സാമൂഹിക സേവനത്തിൽ ഏർപ്പെടുകയാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെ സാമൂഹിക സേവനം തന്നെ പ്രധാനപ്പെട്ട മിഷണറി പ്രവർത്തനമായിട്ടുള്ള ക്രിസ്ത്യൻ സെക്ടറുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരം ലയോള കോളേജൊക്കെ നടത്തുന്ന വൈദിക സമൂഹം അത്തരത്തിലുള്ള ഒന്നാണ്. അങ്ങനെ ഒരുപാട് സന്യാസി സമൂഹങ്ങളും കന്യാസ്ത്രീ സമൂഹങ്ങളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പ്രവർത്തിക്കുന്നതുകൊണ്ടുകൂടിയാണ് സർക്കാരുകൾക്ക്, ഭരണകൂടങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത ജനവിഭാഗങ്ങൾക്ക് പല ഘട്ടത്തിലും ജീവിച്ചു പോകാൻ കഴിയുന്നത്. അവരെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത്തരം NGOകൾ, ഇത്തരം മിഷണറി സമൂഹങ്ങളെല്ലാം കൂടിച്ചേർന്നതാണ് ഇന്ത്യ. അവരുടെ സേവന ഫലമായിട്ട് കൂടിയാണ് ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും അപ്ലിഫ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് സർക്കാർ മാത്രം പ്രവർത്തിക്കുന്നുണ്ടല്ല. അത്തരം ഗ്രൂപ്പുകളെ മുഴുവൻ ഇല്ലാതാക്കുകയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്തത്. അത് ഈ പറയുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും മാത്രമല്ല, ഇന്ത്യയിലെ NGOകളുടെ പ്രവർത്തനം പോലും അവസാനിപ്പിച്ചു, പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു എന്ന് പറയാം. അവർക്ക് ഒരു തരത്തിലും ഫണ്ട് വരാതെ നോക്കുന്ന രീതിയിൽ നിയമങ്ങൾ കർക്കശമാക്കി, ചട്ടങ്ങൾ കർക്കശമാക്കിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം അടിച്ചമർത്തൽ നിയമങ്ങളുടെ ഇരകൾ ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യർ തന്നെയാണ്. കൺവേർഷൻ നടത്തുന്നു എന്നുള്ളതൊക്കെ ഒരു ആരോപണം മാത്രമാണ്. അങ്ങനെ കൺവേർഷൻ നടത്തുകയായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇത്രയും സന്യാസിമാർ, ഇത്രയും മിഷണറിമാരും കൺവേർഷൻ നടത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ എത്രയധികം ക്രിസ്ത്യൻ ജനസംഖ്യ വളരുമായിരുന്നു. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ സെക്റ്റിൻ്റെ ജനസംഖ്യാപരമായ വർധന താഴേക്കാണ്. അങ്ങനെ ഇവർ കൺവേർഷൻ നടത്തിയിട്ട് ആളുടെ മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും ഇതൊരു ക്രൈസ്തവ രാഷ്ട്രമായി മാറുമായിരുന്നു.
അപ്പോൾ കൺവേർഷൻ അല്ല പ്രശ്നം, മറ്റു ചിലതാണ് പ്രശ്നമെന്ന് വ്യക്തമാവുകയാണ്. യെസ്, നൗഫൽ, ഇവിടെ FIR പോലും കോടതി വിമർശിച്ച ഒരു സാഹചര്യമാണെന്ന് അജിംസ് പറഞ്ഞു. അപ്പോൾ യോഗി ഭരിക്കുന്ന UP-യിലായതുകൊണ്ടായിരിക്കുമോ ഇങ്ങനൊരു അന്വേഷണം നടക്കുകയും പരാതി ഉയരുകയും അതിന് പിന്നാലെ ശിക്ഷാവിധി ഉണ്ടാവുകയും ചെയ്യുന്നത്? സത്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും, ഈ ദമ്പതികൾക്ക് ആശ്വസിക്കാം. കാരണം അവരാരെയും ചുട്ടുകൊന്നില്ലല്ലോ. കാരണം നമ്മുടെ ഗ്രഹാം സ്റ്റെയിനും കുടുംബവും ചുട്ടുകൊല്ലപ്പെട്ട കാര്യം, ഒഡീഷയിൽ കാര്യം നമുക്കറിയാം. കാരണം ഇത്തരം മിഷണറി പ്രവർത്തകർക്ക് നേരെ വ്യാപകമായി അക്രമം ഇന്ത്യയിലുടനീളം നടന്നു വന്നിരുന്നു. ഇപ്പോഴും അത് ഒറ്റയ്ക്കും തെറ്റയ്ക്കും നടക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. പലപ്പോഴും അത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് നിയമം മൂലം ഇത് ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ തിക്തഫലം നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ ഈ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായി നിന്നുപോകുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യമെത്തും. ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ നമുക്കറിയാൻ പറ്റും, അവിടെയൊക്കെയുള്ള ജനങ്ങളുടെ ജീവിതം, അവരെ സഹായിക്കാൻ ഇത്തരം സംഘങ്ങളാണ് ഉണ്ടാവുക. സർക്കാർ പരാജയപ്പെടുന്നിടത്ത് ഇത്തരം സംഘങ്ങളും NGO-കളും ഒക്കെയാണ്, മിഷണറീസും ഒക്കെയാണ് അവരെ സഹായിക്കാനായി രംഗത്തുണ്ടാവുക. അപ്പോൾ അത് ജനങ്ങൾക്ക് കിട്ടാതായി പോകുന്നൊരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതിലാണ് കാര്യങ്ങൾ പോവുക. ഇതിന് എതിർത്ത് നിൽക്കുന്ന ആളുകൾ ഇതിനെ നഖശികാന്തം എതിർക്കുകയും കായികമായും നിയമപരമായും ഒക്കെ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പകരം ഒന്നും ചെയ്യാനും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു ശൂന്യതയാണ് രൂപപ്പെടാൻ പോകുന്നത്. മറ്റൊരു കാര്യം, ഞാൻ ഈ സംഭവം ഉണ്ടായതിനു ശേഷം, ഈ വാർത്ത വന്നതിന് ശേഷം ഞാൻ കാസയുടെ ഫേസ്ബുക്ക് പേജിലേക്കൊന്ന് പോയി നോക്കി. ഇതേക്കുറിച്ചൊന്നും അവർ അറിഞ്ഞിട്ട് പോലുമില്ല. അവർ രാജ്യത്തെ ഈ ക്രിസ്ത്യാനികൾക്ക് നേരെ നേരിടുന്ന എല്ലാ അനീതികൾക്കെതിരെയും പോരാടുന്ന പ്രസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന ആളുകൾ അവിടെ ഇപ്പോഴും ഫ്രാൻസിസ് ജോർജിനെതിരെ തെറി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നോ അത്തരം സർക്കാരുകളിൽ നിന്നൊക്കെ നേരിടുന്ന ഇത്തരം അനീതികൾക്കെതിരെ പോരാടാൻ ഇവരൊന്നും തയ്യാറാവുന്നില്ല, അതിവർ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് ഇവരുടെ ശക്തമായ ഈ കായികമായുള്ള ആക്രമണങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെതിരെ ഈ പറയുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മാത്രം എതിർപ്പുണ്ടായപ്പോരാ, മതേതര സമൂഹം ഒന്നാകെ ഇതിനെതിരെ രംഗത്ത് വരണം. ഈ പറയുന്ന ഒരു പൗരൻ്റെ മൗലികാവകാശമാണ് അയാൾ ഏതിൽ വിശ്വസിക്കണം, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നുള്ളതൊക്കെ അയാളുടെ അവകാശമാണ്. അതിനെതിരെ ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളത് രാജ്യത്തെ അരാജകത്വത്തിലേക്കാണ് നയിക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് ഇതിനെ കാണാം. യെസ്, അതാണ് രാജ്യത്ത് ക്രൈസ്തവ വിഭാഗത്തെ ലക്ഷ്യം വെച്ച് നടക്കുന്ന നീക്കങ്ങൾ, പ്രവർത്തനങ്ങൾ, ആക്രമണങ്ങളുടെ ഭാഗമായി തന്നെയാണ് UP-യിലുണ്ടായിരിക്കുന്ന ഈ കേസും ശിക്ഷാവിധിയും എന്ന് തന്നെ വേണം വിലയിരുത്താൻ.